തനിക്കെതിരായ സാമ്പത്തിക ആരോപണം തള്ളി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. പ്രൊഡക്ഷൻ മാനേജർ നിജു രാജിനെതിരെ താൻ നൽകിയ പരാതി അട്ടിമറിക്കാനും തന്നെ താറടിക്കാനുമാണ് പരാതിയെന്നും വിശദീകരണം. സംഗീത നിശ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിജു തന്നെ വഞ്ചിച്ചെന്നും നിയമപരമായി പരാതിയെ നേരിടുമെന്നും ഷാൻ റഹ്മാൻ പ്രസ്താവനയിൽ പറഞ്ഞു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ സേവ്യർ, എന്തൊക്കെയാണ് ഈ പ്രസ്താവനയിലുള്ള മറ്റ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഈ പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിന്റെ പരാതിയിൽ ഷാൻ റഹ്മാനെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരുന്നത്. 38 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഏറ്റിട്ട് നൽകിയില്ല എന്ന് പറഞ്ഞ് തന്നെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിജുരാജ് പരാതി നൽകിയത്. അതിന് പിന്നാലെ ഇന്ന് ഈ അനധികൃതമായി ഡ്രോൺ പറത്തിയതിനും സൗത്ത് പോലീസ് ഷാൻ റഹ്മാനെതിരെ കേസെടുത്തിരുന്നു. ഇതിൽ നിജുരാജിന്റെ ആരോപണങ്ങൾ തള്ളിയാണ് ഇപ്പോൾ ഷാൻ റഹ്മാൻ രംഗത്ത് വരുന്നത്. തനിക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ ഷാൻ റഹ്മാൻ പൂർണ്ണമായും തള്ളുന്നുണ്ട്. പ്രൊഡക്ഷൻ മാനേജർ നിജുരാജിനെതിരെ താൻ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഷാൻ റഹ്മാൻ പറയുന്നത്. താൻ നൽകിയ പരാതി അട്ടിമറിക്കാനും തന്നെ താറടിച്ചു കാണിക്കാനുമാണ് നിലവിലത്തെ പരാതി എന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത്. ഒപ്പം ഈ സംഗീത നിശ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിജുരാജ് തന്നെ വഞ്ചിച്ചെന്നും ഷാൻ റഹ്മാന്റെ പ്രസ്താവനയിലുണ്ട്. ഇതിനെ നിയമപരമായി നേരിടുമെന്നാണ് ഷാൻ റഹ്മാൻ ഇപ്പോൾ പറയുന്നത്. അക്ഷയ.